ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് ചിൽഡ്രൻസ് ഹോം. ആ വാക്കെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്താണ്? ഒരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ചൈൽഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചിൽഡ്രൻസ് ഹോം എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ചിൽഡ്രൻ ആണ്, അല്ലേ? ഹു ആർ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അണ്ടർ ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് കീഴിൽ വരുന്നതാണ് കുട്ടികളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വെൽഫെയർ, അവരുടെ കെയറും പ്രൊട്ടക്ഷനെയും നോക്കിക്കണ്ടുകൊണ്ട് ഉള്ള ഒരു ഹോമാണ് എന്ത് ചിൽഡ്രൻസ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കാം, ഒരു ചൈൽഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വെൽഫെയർ ആണ്. എങ്ങനെയാണ് അവരെ കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ്. ഇതൊരു ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഹോമാണ്. എന്താണ്? കറക്ഷണൽ ഹോമാണ്. ഓക്കെ. രണ്ടാമത് മഹിളാ മന്ദിരമാണ് പഠിക്കുന്നത്. മഹിളാ മന്ദിരം, ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലേ? എങ്ങനെയുള്ള സ്ത്രീകൾക്കാണ്? വിഡോസ്, വിധവകൾക്ക്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്ക്, ഡെസേർട്ടഡ് ആയിട്ടുള്ളവർക്ക്, അതായത് ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവർക്ക്, ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അഗതികളായിട്ടുള്ള സ്ത്രീകൾക്ക്. എങ്ങനെയുള്ള സ്ത്രീകൾക്കാണ്? 18 വയസ്സിന് മുകളിലുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകളെ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ നോക്കാൻ ആരുമില്ലാത്തവരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്കൊരു ഒരു താമസിക്കാൻ ഒരു സ്ഥലമായിട്ടാണ് മഹിളാ മന്ദിരം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് ഹോമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി എന്താണുള്ളത്? മഹിളാ മന്ദിരമുണ്ട്. എൻ്റെ കൂടും പറയുന്നുണ്ട്, വൺ ഡേ ഹോമും പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതെ പഠിക്കുക. എൻ്റെ കൂട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഇടമായിട്ടാണ് എൻ്റെ കൂട് പറയുന്നത്. എൻ്റെ കൂട് പദ്ധതി എന്നൊക്കെ പറയാറുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് പറയുന്നത്. PSC എക്സാമുകൾക്ക് ഈ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഷെൽട്ടറാണ്, അല്ലേ? രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടമാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ കൂട്. അപ്പോൾ സമയം കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. 6:30 വൈകുന്നേര സമയം 6:30 തൊട്ട് അടുത്ത ദിവസം 7:30 വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വിമൺ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ താമസിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രീ ഓഫ് ചാർജാണ് കേട്ടോ, ഒരു പൈസയും ഈടാക്കുന്നതല്ല. ഇത് ആദ്യം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ളത്. അതിനുശേഷം തിരുവനന്തപുരം, എറണാകുളം ജില്ലയിലൊക്കെ ഇപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് വൺ ഡേ ഹോം, അല്ലേ? വൺ ഡേ ഹോം എന്ന് പറയുന്നതും ഒരു സേഫ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ത്രീകൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും ക്യാപിറ്റൽ സിറ്റിയിലോട്ട്, ട്രിവാൻഡ്രത്തോട്ട് വരുന്ന സ്ത്രീകൾക്ക്, എന്തെങ്കിലും എമർജൻസിയുമായിട്ട് വരുന്ന സ്ത്രീകൾക്ക് നിൽക്കാനായി ഒരിടം, അതും വളരെ ലോ കോസ്റ്റിൽ ഇതിന് ചാർജ് ചെയ്യുന്നുണ്ട്. 150 റുപ്പീസ് പെർ ഡേ ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കുക. എൻ്റെ കൂടെ എന്ന് പറയുന്ന പദ്ധതിയിൽ ഫ്രീ ഓഫ് ചാർജാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കാൻ സാധിക്കും. വൺ ഡേ ഹോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് ഫീസ് ഈടാക്കുന്നുണ്ട്. ഒരു നോമിനൽ ചാർജ് ഓഫ് ₹150 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്? എന്താണ്? പ്രൊവൈഡിങ് സേഫ് അക്കോമഡേഷൻ ഫോർ വിമൻ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.